ഹലോ, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്, എങ്ങനെയൊക്കെ പോകുന്ന അറിയില്ല. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ദിവസം സൺഡേ ആണ്, അപ്പോൾ മോൾക്ക് ഹോളിഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തോന്നി ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ. രാവിലെ വെറുതെ ഒന്ന് അടിച്ചിട്ടേ ഉള്ളൂ എല്ലായിടത്തും. പിന്നെ പിന്നെന്താണ് പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞ ശേഷം കുളിച്ച് വന്നിട്ടാണ് ഞാൻ പിന്നെ ചായ ഇടാൻ പോണേ കേട്ടോ. വിജോട്ട ഇന്ന് രാവിലെ നേരത്തെ ഒരു ആൽബം ഷൂട്ടിന് പോയി. നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ്, വിജോട്ട തറവാട്ടിൽ തന്നെയാണ് ഷൂട്ട്. അപ്പം ഞാൻ അതൊക്കെ കവർ ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം ചെയ്യണത് ചായ ഇടുകയാണ്. വിജോട്ട ഒരു ഗ്ലാസ് പാലിൽ ഹോർലിക്സ് ഇട്ട് കുടിച്ചിട്ട് പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്നാണ്, ലഞ്ചൊക്കെ പുറത്തുനിന്നാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ പതിവിലും കുറച്ച് വൈകിട്ടാട്ടോ എണീറ്റ്. സാധാരണ ഞാൻ 6 മണിക്ക് മെഡിസിൻ, അതായത് തൈറോയിഡ് മെഡിസിൻ കഴിക്കാനായിട്ട് എന്നും എണീക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൊക്കെയാണ് സ്കൂളുള്ള ദിവസം എണീക്കാറ്. ഇന്നിപ്പോൾ ഞാൻ 7:30 മണിക്കാണ് എണീറ്റത്. വീട്ടിൽ തന്നെ ചുമ്മാ നമുക്ക് ഒരു ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മിണ്ടാതെ അവിടെ തന്നെ കിടന്നു. പിന്നെ കുറച്ച് എണീറ്റ ശേഷം വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ചെയ്തു. രാവിലെ എപ്പോഴും എണീക്കണത് മൊബൈൽ നോക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമുക്ക് ചില ദിവസം നമുക്ക് സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട വരണതുകൊണ്ട് ഞാൻ കുറച്ച് എഡിറ്റിങ്ങിലേക്കൊക്കെ പോയി. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ചിലത് ഡയറക്റ്റായിട്ട് തന്നെ വോയിസ് എടുത്തിട്ടുണ്ട്, ചിലത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും രാവിലത്തെ ചായ കിട്ടിയാലേ നമ്മുടെ ഡേ സ്റ്റാർട്ട് ആവുള്ളൂ അല്ലേ. പിന്നെ എന്നെ പോലുള്ളവർക്ക്, അതായത് തൈറോയിഡ് മെഡിസിനൊക്കെ കഴിക്കുന്നവർക്ക് എപ്പോഴും മെഡിസിൻ കഴിച്ച് 1 hour കഴിഞ്ഞിട്ടേ ചായ കുടിക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയ കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചായ എടുത്തു. അതിന് ശേഷം മക്കൾക്ക് ഫ്ലാസ്കിലാക്കി വെക്കുകയാണ്. അപ്പോൾ അവർ ഉണർന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് വന്ന് എടുത്ത് കുടിച്ചോളും. ഹോളിഡേ ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ചായയൊക്കെ കുടിക്കാൻ പറ്റാറുള്ളൂ. ബാക്കിയുള്ള ദിവസം ഒരു പൊരിച്ചിലാണ്. കാരണം പെട്ടെന്നെല്ലാം ആവണമല്ലോ രാവിലെ. അപ്പോൾ അതിനായിട്ട് ഇന്ന് പിന്നെ പതുക്കെയാണ് എല്ലാം. മാത്രമല്ല ആളിവിടെ ഇല്ല, അപ്പോൾ മെല്ലയാ ചെയ്യാറ്. ഇന്നലെ രാത്രി ഉണ്ടാക്കി ബാക്കി വന്ന പൊങ്കല, അത് ചട്നിയും കുറച്ചുണ്ട്. ബാക്കി പോരാത്തത് ദോശയും ചൂടും. വിജോട്ട പുറത്തുനിന്നാണ് അന്ന് കഴിക്കണത്. അപ്പം നമുക്ക് ഞങ്ങൾ മാത്രം ഉള്ളത് കൊണ്ട് പിന്നെ ഒരുപാടൊന്നും കുക്കിങ്ങിലേക്ക് കിടക്കില്ല. അപ്പോൾ ഈ പൊങ്കലിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിലിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കലാണ്. അപ്പോൾ ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് പോണത് കൊണ്ട് തന്നെ വെറും കൈയോടെ പോകണ്ട, ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യണത് ചോക്ലേറ്റ് കേക്കാണ്. ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഓക്കെ, കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് കേക്ക് ആയിക്കൊണ്ടിരിക്കണു, മറുഭാഗത്ത് ഞാൻ ചോറാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു, എനിക്ക് കുക്കർ ചോറ് തീരെ ഇഷ്ടമല്ല. ഇതുപോലെ വേവിച്ച് വാർത്തെടുക്കണ ചോറിനോടാണ് ഇഷ്ടം. അപ്പോൾ ഇതിന് കുറച്ച് സമയം എടുക്കുമെങ്കിലും ഇതാണ് എനിക്ക് കൂടുതൽ സ്വാദായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ക്ലീനായി ബേക്കായിട്ടുണ്ട് കേട്ടോ. പൊതുവെ ഇങ്ങനെ ക്രാക്സ് വരുന്നത് കേക്കിന് നല്ലതാണെന്ന് പറയാറുണ്ട്. നന്നായിട്ട് ബേക്കായി എന്നാണ് അർത്ഥം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് ആറാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഒന്ന് ഭംഗി കൂടാനും അതുപോലെ ടേസ്റ്റ് കൂടാനൊക്കെ ആയിട്ട് ഞാനിവിടെ ഹെർഷീസിൻ്റെ സിറപ്പ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂട്ടി കഴിക്കണ സമയത്ത് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഓരോ സ്ലൈസായി കട്ട് ചെയ്തിട്ട് ബോക്സിലെടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഉണ്ടാക്കിയ ദിവസത്തിനേക്കാട്ടിലും അടുത്ത ദിവസം കഴിക്കണതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന്. പക്ഷേ ഇതുപോലുള്ള അവസരത്തിൽ പിന്നെ നമുക്ക് നാളേക്ക് ആക്കാൻ പറ്റില്ലല്ലോ.
നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ ഈ ഒരു കേക്കിന് എനിക്ക് സെറ്റെന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാം കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ കേക്ക് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയ ശേഷം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ഉറപ്പായിട്ട് കേക്ക് എന്തായാലും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ബേക്കിംഗ് നല്ലൊരു തെറാപ്പിയാണ് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരുമ്പോഴും അതുപോലെ സന്തോഷം വരുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കേക്ക്. കാരണം എന്താണ്, നമുക്ക് എന്താണെന്നറിയില്ല, നല്ലൊരു മൈൻഡ് ഒന്ന് കാമായി കിട്ടാനൊക്കെ എനിക്ക് യൂസ്ഫുള്ളായി തോന്നാറുണ്ട് കേട്ടോ ഈ ബേക്കിങ്. ആദ്യമൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശരിയായി തോന്നില്ലെങ്കിലും പിന്നീട് നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായി കിട്ടും. അപ്പോൾ ഉച്ചത്തെ ഊണിന് ഞാനിവിടെ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം വറക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങി തന്നെയാണ്. അപ്പോൾ ഇന്ന് ചോറും കൊണ്ടാട്ടവും മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ ഇന്നലത്തെ കുറച്ച് ഉപ്പേരിയും കുറച്ച് കൂട്ടാനൊക്കെ ബാക്കിയുണ്ട്. മുൻപ് കാലത്തൊക്കെ അമ്മയൊക്കെ ഈ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം, അതുപോലെ തന്നെ അരിക്കൊണ്ടാട്ടം, പിന്നെ മുളക് വറ്റൽ, എല്ലാതരം വറ്റൽ, കൊത്തവര വറ്റൽ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക വറ്റൽ, താമര വളയും വറ്റൽ, പിന്നെ നമ്മുടെ ഇലവടകം, ഇതെല്ലാം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ നാടെത്തിയ സ്ഥിതിക്ക് എല്ലാം ഒന്ന് വീണ്ടും ട്രൈ ചെയ്യണമെന്നുണ്ട്. കറക്റ്റായിട്ടുള്ള റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അതുപോലെ എക്സ്ട്രാ നമുക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് തന്നെ കറിയുടെ അളവ് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെറുതെ കയ്യിലിട്ട് ഇളക്കാതെ കുറച്ച് ക്വാണ്ടിറ്റി മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണ് ഇതാണ് കേട്ടോ. ചോറും കൊണ്ടാട്ടവും മാത്രമേ ഇന്ന് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഇന്നലത്തെ സാമ്പാറും കുറച്ച് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും. ഇതുപോലെ ഉച്ചക്കത്തെ ഊണിന്. അപ്പോൾ നമ്മുടെ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഊണ് കഴിഞ്ഞു. ഇനി തറവാട്ടിലേക്ക് പോവുകയാണ്. ഒരു ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വണ്ടി കേടാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മോനോട് കൊണ്ടുവിടാൻ പറഞ്ഞേനെ. അപ്പോൾ ഇപ്പോൾ ഓട്ടോ വരും. ഓട്ടോ പറഞ്ഞിരുന്നു, പക്ഷേ ഓട്ടോ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിജോട്ട് തന്നെ വരികയാണ്. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ് അത്രേ. അപ്പം അങ്ങനെ വരികയാണ്. അപ്പം നമുക്ക് പോവാം. അപ്പം ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആയില്യം പൂജ വ്ളോഗിൽ കണ്ട അതേ തറവാട് തന്നെ കേട്ടോ ഇത്. അപ്പോൾ അത് ഷൂട്ടിങ്ങും റിഹേഴ്സലൊക്കെ നടക്കുകയാണ്. കുറേ ടേക്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഫൈനലായിട്ടൊരു ടേക്ക് ഓക്കെ ആക്കുന്നത്. അപ്പോൾ ഇത് വിജോട്ടയുടെ ഒരു ആൽബമാണ്. വിജോട്ടനെ കമ്പോസ് ചെയ്തതാണ്. പാടിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരത്തേട്ടനാണ്. അപ്പോൾ ഈ ഒരു ആൽബത്തിൻ്റെ സ്റ്റോറിയും അതുപോലെ തന്നെ ഡിറക്ഷനെല്ലാം വിജോട്ടനെയാണ് കേട്ടോ. അപ്പോൾ അതാണ് അത് നമ്മുടെ തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അകത്തെ ഷോട്ട്സൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ തറവാട്ടിന് തൊട്ടടുത്തുള്ള ഈ ഒരു കുളക്കടവിലേക്ക് വന്നു. ഇവിടെയും കുറച്ച് ലൈറ്റ് പോണതിന് മുമ്പ് കുറച്ച് ഷോട്ട്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ സമയം എനിക്കൊരു കോൾ വന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന്. നാളേക്ക് തന്നെ ഒരു കേക്ക് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വ്ളോഗൊക്കെ വൈൻഡപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ വീടെത്തിയ ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.